ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നല്ല പരിപ്പ് കറി, അതായത് തൃശ്ശൂർ സ്റ്റൈൽ പറയുവാണെങ്കിൽ പരിപ്പ് കുത്തി കാച്ചിയതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അടിപൊളിയൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പരിപ്പ് ആവശ്യത്തിന് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് പോവുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. പരിപ്പിനെപ്പോഴും കുറച്ച് ഒരു 3 ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു ഗ്ലാസ് പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാകുമ്പോൾ പാകത്തിന് തന്നെ നമുക്ക് നല്ല ചാറായിട്ട് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് നടുവേ പിളർന്നത് കൂടി ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റ് 2 വിസിൽ അടുപ്പിച്ച് നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ്. വെള്ളം കുറഞ്ഞു പോകാതെ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് വേവിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കഴിഞ്ഞാലും ആ പരിപ്പ് കറിയുടെ ടേസ്റ്റ് ആകെ പോകും. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നല്ല ഉള്ളിയാണ്. ഒരു 15 ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി ഒന്ന് ചതച്ച് കോരി മാറ്റുന്നുണ്ട്. ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം, കാരണം ഉള്ളിയിലാണ് നമ്മുടെ കറിയുടെ എല്ലാ ടേസ്റ്റും വരിക. അടുത്തായിട്ട് ഒരു 4 വെളുത്തുള്ളി കൂടി ചതച്ചെടുക്കാം. 4 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 6 വരെ എടുക്കാവുന്നതാണ്. അതും ചതച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി വറ്റൽ മുളകാണ് ചതച്ചെടുക്കുന്നത്. എരിവിനനുസരിച്ച് വറ്റൽ മുളക് ചേർത്താൽ മതി. നമ്മളിവിടെ ഒരു 6 വറ്റൽ മുളക് ചതച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വറ്റൽ മുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽ മുളകുമാണ് ചതച്ചെടുക്കേണ്ടത്. പരിപ്പ് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 2 വിസിലടുപ്പിച്ചാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി കറി തയ്യാറാക്കാനായിട്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മളിനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് പച്ചമണമൊന്ന് മാറിയാൽ മാത്രം മതി. ഒരുപാട് വഴണ്ടു പോകണ്ട. കറിവേപ്പില കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് പാകത്തിന് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമണമൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. വറ്റൽ മുളക് നേരിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ചച്ചവ ഒന്ന് മാറാനായിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പാകത്തിന് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കറി ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. വെള്ളമൊക്കെ പാകത്തിനാണ്. ഇതിന് ഒരുപാട് കുറുകി വരുവൊന്നും ചെയ്യില്ല. കറക്റ്റ് പാകത്തിനാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പരിപ്പ് കറിയുടെ ടേസ്റ്റൊന്നും അല്ല, ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കോ എന്തിനു വേണേലും പൂരിക്കോ ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നമ്മളൊക്കെ പരിപ്പ് കറി പല രീതിയിൽ വെക്കാറുണ്ട്. പക്ഷേ ഇത് ട്രൈ ചെയ്തില്ല, ശരിക്കും നഷ്ടമായി പോകും കേട്ടോ. നമ്മൾ ഒരുപാട് താമസിച്ചാണ് ഇതിൻ്റെ റെസിപ്പി അറിയുന്നത് തന്നെ. യൂട്യൂബിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ റെസിപ്പി അറിഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുന്നത്. പരിപ്പ് കറിക്ക് ഇത്രയും ടേസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ ആരും ഞെട്ടിപ്പോവും. ഇത് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്താലാണ് നമ്മുടെ പരിപ്പ് കുത്തി കാച്ചിയത് പൂർണ്ണമാകത്തുള്ളൂ. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നെയ്യ് ഒഴിച്ചാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് തിളച്ച് മറിയണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പരിപ്പ് കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല.
സത്യം പറഞ്ഞാൽ അവിയൽ സാമ്പാറോ ഇതിൻ്റെ മുമ്പിലൊന്നുമല്ല. ഇതാണ് കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കറി നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കുത്തി കാച്ചിയത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറി സത്യം പറഞ്ഞാൽ വേറെ കാണില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്